ഹലോ, നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ആൾ തന്ന വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്തെല്ലാമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു ചോക്ലേറ്റ് സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തു. നമുക്ക് ട്രഫിൾ കേക്കാണ് ചെയ്യാനായിട്ടുള്ളത്. ട്രഫിൾ കേക്ക് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് ബേക്ക് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഗനാഷ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓരോ ലെയറും ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഈ ഒരു ട്രഫിൾ കേക്ക് ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ടിങ് ചെയ്ത് ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഫുൾ കോട്ടിങ് ചെയ്ത് പിന്നെയും ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഗനാഷ് എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഗനാഷിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അതായത് ഒരു ഫോട്ടോ വെച്ചിട്ട് റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലേസ് നമ്മൾ അടിയിൽ ബോർഡറായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലേസ് ഞാൻ വാങ്ങിയത് നമ്മൾ ഈ ഒരു തുണിയുടെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്ന ഷോപ്പ് ഉണ്ടല്ലോ, അതായത് പരാഗ് പോലുള്ള ഷോപ്പ്, അങ്ങനത്തെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാധനം എടുത്തത് കേട്ടോ, ലേസ് എടുത്തിരിക്കുന്നത്. ഈ ലേസ് വെക്കുമ്പോൾ കേക്കിൻ്റെ മുകളിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ അടിയിൽ നമ്മളിങ്ങനെ ഒരു കേക്ക് നല്ലോണം ഗനാഷ് നല്ലോണം സെറ്റായതിനു ശേഷം പിറ്റേ ദിവസമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. അതായത് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതൊരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അളവ് വെച്ച് നോക്കിയിട്ട് പിന്നെ കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഫോക്സ് ബോൾസ് വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഹാമ്പർ ബോക്സ് ആയിരുന്നു കേട്ടോ. ആ ഒരു ഹാമ്പർ ബോക്സ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വല്ലാണ്ടിട്ട് വട്ടം കറക്കിച്ചിരുന്നു. കാരണം ആദ്യം ഞാനൊരു ബോക്സ് മേടിച്ചിട്ട് വന്നു, അതിൽ ഡ്രസ്സും ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർക്കത് ഒരു ഗുമ്മ് തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു ഡ്രസ്സ് മാറ്റി അത് വേറൊരു പാക്കിങ് ചെയ്തു. എന്നിട്ട് പിന്നെ ആ ഒരു ബോക്സ് നമ്മൾ ചോക്ലേറ്റ് ബോക്സ് ആക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം ബോക്സ് മാറ്റാനായിട്ട് പോയിട്ട് ഈ ഒരു ഡ്രസ്സ് എത്ര ബോക്സിൽ വെച്ചാലും ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല, ഒരു വൃത്തി അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ചിട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നെയാണ് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.